പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ ഈ അവസരം നമ്മൾ മിസ്സാക്കരുത്. മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്സ്. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ. നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ. 100% ഞാൻ യോജിക്കുന്നു. ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിന്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. അത് അക്ഷരം പ്രതി പാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. വ്യക്തിപരമായ അഭിപ്രായം, പണക്കൊഴുപ്പും അഹങ്കാരവും അതും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നല്ല. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കുഴപ്പമുണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറഞ്ഞു. കർശനമായ നിലപാടായിരിക്കും. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെന്റിന്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെന്റ് ആയിരിക്കും. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ല, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിക്കണം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. റീച്ച് കൂടി വരുവാൻ അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത കേസാ. ഒരു 10 കൊല്ലം വരെ കഠിന തടവ് ഉറപ്പാ. മര്യാദക്കിരുന്നാൽ രക്ഷിക്കാൻ ഞങ്ങളൊക്കെ കാണും. ഇല്ലെങ്കിൽ ഗോതമ്പുണ്ടേ നിന്ന് അഴി എന്നേണ്ടി വരും. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ചെയ്താൽ ഗോതമ്പുണ്ട, അത്ര തന്നെ. ഞാൻ പോകുന്നു.